ഹലോ ഗുഡ് മോർണിംഗ് എവരിവൺ. എന്റെ പേര് സുഫാൻ മുഹമ്മദ്, വെൽനസ് അഡ്വൈസർ ആണ് ഇൻഡസ് വിവാഹ ഹെൽത്ത് സയൻസസ് കമ്പനിയുടെ. എനിവേ, നിങ്ങള് ആയുർവേദ ഡയബറ്റിക് കെയർ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, ഇന്ന് റമദാൻ 1 ഈ ഒരു റമദാനിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഹൈ കോഫി എന്ന് പറയുന്ന സപ്ലിമെന്റ്. പ്രത്യേകം പ്രമേഹമുള്ള വ്യക്തികൾക്കാണെങ്കിലും പ്രമേഹം ഇല്ലാത്ത വ്യക്തികൾക്കാണെങ്കിലും പ്രമേഹം വരാൻ സാധ്യതയുള്ള വ്യക്തികൾക്കാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഹൈ കോഫി. ഈ ഒരു ഹൈ കോഫി നിങ്ങൾ റമദാൻ മാസത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും വ്രതം എടുത്തിട്ടാണ് ഹൈ കോഫി യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്തുണ്ടാവും, ഹൈ കോഫി പ്രതിഫലിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രമേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഹൈ കോഫി ഈ ഒരു റമദാൻ മാസം യൂസ് ചെയ്യേണ്ടത്? അത്താഴം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പായിട്ടാണ് ആദ്യം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഒരു പാക്കറ്റ് അത്താഴം കഴിക്കുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം നോമ്പ് പിറക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കാരക്കയോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോവുക. പോയി വന്നതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഹൈ കോഫി നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു പാക്കറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ദിവസം 2 പാക്കറ്റ് വീതമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നോമ്പ് പിറന്ന് നിങ്ങൾ ഹൈ കോഫി യൂസ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ നിങ്ങൾക്ക് നല്ലൊരു ദിവസം, നല്ലൊരു റമദാനും നല്ലൊരു ക്വാളിറ്റി ലൈഫ് നേരുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സൈനിങ് ഓഫ് സുഫാൻ മുഹമ്മദ്, വെൽനസ് അഡ്വൈസർ ഓഫ് ഇൻഡസ് വിവാഹ. താങ്ക് യു.